ഈ ചെമ്മീച്ചേല എനിക്ക് 4 മാസം തന്നു. ജീസ് എന്നാ പറഞ്ഞെന്ന് പറഞ്ഞാൽ അങ്ങനെ വലിയ ആളാക്കണ്ടെന്ന് പറഞ്ഞ് തിരിച്ചയച്ചു. അപ്പം ഇവരെന്തിനാ എൻ്റെ കാര്യം അന്വേഷിക്കണേ? എനിക്ക് ഇഷ്ടമുള്ളോട്ട് പോകും. BJP അംഗത്വം സ്വീകരിച്ചു. അതിന് എനിക്ക് ആരോടും ചോദിക്കാനില്ല. നിലവിൽ സംസ്ഥാനത്തെ കോൺഗ്രസ് നേതാക്കൾ ആരും പിന്നെ വരികയോ വിളിക്കുകയോ ചെയ്തിട്ടില്ല. ഇന്ന് വരെ വന്നിട്ടില്ല. സുധാകരൻ വന്നിരുന്നു ഒന്ന്. സുധാകരൻ വന്നെന്നോർത്ത് സുധാകരനെ മാത്രം നോക്കിയാൽ മതിയോ ഒരു പാർട്ടിയിൽ? മതിയോ? സുധാകരൻ KPCC ആണോ വീട് വെച്ച് തന്ന? അത് ഒരാളല്ല, MP എല്ലാവരും ഉണ്ട്. അതിനെന്നെ അവരുടെ പറയാൻ ചൂട്ടുപിടിച്ച് നടന്ന BJPയിലേക്ക് ഇറങ്ങിയത് ഒത്തിരി പേരെ എൻ്റെ വസ്താക്കിച്ച് ഇറങ്ങിയത്. ഇവർക്കിട്ട് ഒരു പണി കൊടുക്കാനാണ് ഞാൻ ഇരുന്നത്. കോൺഗ്രസ് നേതാക്കളെ പിന്നീട് ആരും വിളിക്കുകയോ സംസാരിക്കുകയോ ചെയ്തു? VD സതീശനോ? ഒറ്റ എണ്ണം വന്നിട്ടില്ല. ഹലോ, ഹലോ, മറിയ ചേട്ടത്തിയല്ലേ? അതെ. ചേട്ടത്തി BJPയിലോട്ട് ചേർന്നെന്ന് പറഞ്ഞു. ചേരാതിരിക്കാൻ പറ്റിയല്ല, ഇവരെന്നെ കളഞ്ഞായിരുന്നു. ശരി. അവരുടെ ഒരു കാര്യത്തിനും കൂട്ടിയതിന് എന്നോട് വിളിച്ച് പറഞ്ഞായിരുന്നു. കോൺഗ്രസ്സുകാരോ? കോൺഗ്രസ്സുകാര്. ശരി. അല്ല, ഞാൻ ചോദിക്കുന്നത് ഈ അവരല്ലയോ ഇപ്പൊ കോൺഗ്രസ്സുകാര് ചേട്ടത്തിയെ കുറിച്ച് കുറ്റം പറയാം, വീട് ചെയ്തു തന്നത് കോൺഗ്രസ്സുകാരല്ലയോ എന്ന് അവർ ചോദിക്കത്തില്ലേ? കോൺഗ്രസ്സുകാര് വീട് പണിതതിന് കഴുത്തിന് കത്തി വെച്ചാലോ? കോൺഗ്രസ് വീട് പണിത് സമ്മതിച്ചു, കഴുത്തിന് കത്തി വെച്ചാലോ? അത് ശരി. അവര് ഭീഷണിയുണ്ടോ? എന്ത് കാര്യം ഉണ്ടെങ്കിലും അവര് ഞങ്ങൾക്ക് വീട്ടുകാര്യത്തിന് ഇടപെടിയല്ലോ. അത് ശരി. ഞാൻ ഈ വീട് കയറി കൂടി. അപ്പൊ ഞങ്ങൾ അതിനൊരു ദിവസം പറ്റിയ പണി തീർന്നപ്പോ പണിക്കാരെയും കോൺഗ്രസ്സുകാരെയും എല്ലാം വിളിച്ചു. ഇവിടെ ജിൽസൺ എന്ന് പറഞ്ഞ ജോൺസി എന്നൊക്കെ പറഞ്ഞ അവര് കോൺഗ്രസിന്റെ ആൾക്കാരാ. അവരെല്ലാവരോടും വിളിച്ചു പറഞ്ഞു ഒറ്റ എണ്ണം പോർന്ന്. കോൺഗ്രസ്സുകാർ വന്നില്ല. അത് ശരി. അതുപോലെ ഇവര് മംഗളാ സമാജം നടത്തി. അതിനാല് വലിയ ഗെയിമായിരുന്നു. എന്നെ കൂട്ടിയ ഒരു കാര്യത്തിനും കൂട്ടിയെന്ന് പറഞ്ഞു. അല്ല, ഈ വീട് വെച്ചെന്നത് കോൺഗ്രസ്സുകാർ തന്നെയാണോ അതോ വേറെ? കോൺഗ്രസ്സുകാരന് മൊത്തത്തിൽ കൂട്ടാൻ പറ്റിയല്ല. സുധാകരൻ സാറ്, ഡി കുര്യാക്കോസ്, ചെമ്മീത്തല, അങ്ങനെയല്ല എല്ലാം അവരെല്ലാവരും കൂടി അത് വെച്ച് നേതാക്കളുടെ ഫണ്ടിൽ നിന്നാണ് ചെയ്തത് അല്ലേ? നേതാക്കന്മാരുടെ MP-മാരുടെ ഫണ്ടിന്ന്. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ കോൺഗ്രസ്സുകാർ അന്ന് ചേച്ചി സമരത്തിന് ഇറങ്ങിയ സമയത്ത് ഈ കോൺഗ്രസ്സുകാർ വല്ലതും പറഞ്ഞു അങ്ങനെ സമരത്തിന് ഇറങ്ങി? പിന്നെ എനിക്ക് പിന്തുണ സത്യ. അല്ല, അപ്പൊ ഇപ്പം പിന്നെ ഈ ചെന്നിത്തല പിന്നെ പെൻഷൻ പൈസ വല്ലതും തന്നിരുന്നോ? ആ കാര്യം പറയാനായി വന്നത്. അവിടെ തുടങ്ങിയേ പറയണേ. ഈ ചെന്നിത്തല എനിക്ക് പൈസ തന്നോണ്ടിട്ടോ. ഇവിടെ ജിസ് എന്ന് പറഞ്ഞ പഴയ മെമ്പറാ. ഈ ചെന്നിത്തലോട് ഇയാളെ എല്ലാം പറഞ്ഞാണ് തിരിച്ചയച്ചു കേട്ടോ. ആ ജിസ് പറയുമ്പോ നടക്കുള്ളൂ. അതുകൊണ്ട് ഇനി തരാൻ അയാൾ സമ്മതിക്കുമെന്ന് ചോദിച്ചു. സമ്മതിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ തന്നു. ഒരു എപ്പോ വന്നാലും ഒരു 5-6 പേരുണ്ടാവും ഫോൺ ക്യാമറ പിടിക്കാൻ എനിക്ക് തരികയല്ല. ഞാൻ ഇവിടുത്തെ കൊള്ളക്കാരിക്കൊന്നും അല്ല ഇതിന് മാത്രം ക്യാമറ പിടിക്കാൻ. അല്ല, അത് ഫോട്ടോ എടുത്തിട്ട് അവർക്ക് ഇട്ട് കൊടുക്കാം. ഇതാ ഞങ്ങൾ മറിയിച്ചെടുത്ത്. ഇതിന് മാത്രം പേര് ഫോട്ടോ പിടിക്കണോ? അത് പറ. ഇതിന് മാത്രം പേര് ഫോട്ടോ പിടിക്കണോ? അതുപോലെ തന്നെ പ്രധാനമന്ത്രിയുടെ അടുത്ത് കൊണ്ടുപോയതും ഈ BJPക്കാരാ. ജീവിതത്തിൽ കോൺഗ്രസ്സുകാരൊരു പാവപ്പെട്ടതിനെ അധികാരത്തിൽ കൊണ്ടുപോകില്ല. 10-45 കൊല്ലം നിന്നും തന്നെ നെഹ്റു ഇന്ദിരാഗാന്ധിയുടെ കാലം തുടങ്ങി എനിക്കറിയാവുന്ന കാര്യങ്ങളാണ്. ഇന്ന് വരെ ഒരു പാവങ്ങളെ ഒരു അധികാരത്തിൽ ഇവർ കൊണ്ടുപോകില്ല. കാരണം ഇവർക്ക് വലിയ ആളാവണം, കിട്ടണം, ഇവരുടെ വിഷയമാണ്. ഇവർക്ക് കാറ് മേടിക്കണം, ഇവരുടെ സ്വന്തക്കാരും ബന്ധുക്കളെ വലുതാക്കണം എന്നാണ് ഇവരുടെ വിചാരം. ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാ. അല്ല, അപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്പൊ ചേച്ചി ഇപ്പൊ ഈ കാര്യങ്ങൾ പറഞ്ഞു, കോൺഗ്രസ്സുകാര് അവരുടെ പൈസ വാങ്ങിച്ച് കീശയിടും എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ ഇപ്പൊ സാധാരണക്കാരൻ ഇപ്പൊ ഇത് കേൾക്കുമ്പോ ചോദിക്കത്തില്ലേ, അങ്ങനെയാണെങ്കിൽ കോൺഗ്രസ്സുകാര് അന്ന് സപ്പോർട്ട് ചെയ്തപ്പോ എന്തിനാ കോൺഗ്രസ്സുകാരുടെ സപ്പോർട്ട് എടുത്തത്? അതുപോലെ കോൺഗ്രസ്സുകാർ വീട് ചെയ്തപ്പോ എന്തിനാ വേണ്ടതെന്ന് അവന്മാര് ചോദിക്കത്തില്ലേ തിരിച്ച്? അവര് ചോദിക്കണമെങ്കിൽ അന്നേരം ഒരു കാര്യമുണ്ട്. ഈ കണ്ട കാലം എന്റെ കാരണന്മാര് ഞങ്ങളെല്ലാം കോൺഗ്രസ്സുകാരുടെ പുറകെ. ഏത് ഈ ചട്ടിയായിട്ട് ഇറങ്ങി കഴിഞ്ഞിട്ട് കോൺഗ്രസ്സുകാരുടെ പുറകെ നടന്നെന്നാണോ പറഞ്ഞത്? ചട്ടി എടുക്കുന്ന കോൺഗ്രസ്സുകാരെ എന്റെ പറയാറുണ്ട്, ഞാൻ അവരുടെ പറയാറുന്നിട്ടില്ല. അല്ല, അത് കഴിഞ്ഞിട്ട് കോൺഗ്രസ്സുകാർക്ക് വേണ്ടി വർക്ക് ചെയ്തെന്ന് പറഞ്ഞില്ലേ? ഇഷ്ടം പോലെ ഇതുണ്ട്. ദൂരം ഞാൻ നടന്നിട്ടുണ്ട് അവർക്ക്. ചെറുപ്പം തൊട്ട്. ഞാൻ അതല്ല ചോദിക്കുന്നത്. ഈ ഇപ്പം നമ്മളിപ്പം ചേച്ചി പ്രശസ്തയാവുന്നത് ചട്ടി എടുത്ത്. ഇതിന്റെ ഇടയ്ക്ക് വേറൊരു കാര്യം കൂടെ പറയട്ടെ. ഇതിന്റെ ഇടയ്ക്ക് അത് പറയാൻ മറന്നുപോയില്ല. ഈ താക്കോല് ദാനം തരുന്ന സതീശന് വരാൻ പറ്റിയില്ല. സതീശൻ അത് കഴിഞ്ഞ 2 ആഴ്ച കഴിഞ്ഞാണ് വരുന്നത്. അപ്പൊ വരുമെന്ന് അറിയിച്ചപ്പോ ഇവിടെ ഒരു 10-100 ആൾക്കാർ വന്നിരുന്നു എന്റെ വീട്ടില്. സതീശൻ തന്നെ നോക്കി വന്നിരുന്നപ്പോ ഒരു 10-11 മണിയായപ്പോ ഈ ഇവിടുത്തെ പഴയ നമ്പർ ഒരു പെൺപിള്ളേനെ വിട്ടു.
എല്ലാവരും പിന്നെ എന്റെ വീട്ടിലേക്ക് എല്ലാം പറഞ്ഞു. ഈ കോൺഗ്രസ്സുകാരുടെ മെമ്പറിന്റെ വീട്ടിലേക്ക് എല്ലാം പറഞ്ഞു എല്ലാവരോടും. അതിന്റെ ആവശ്യം എന്നാന്ന് പറഞ്ഞു. സതീശൻ വരുന്നു. ചേച്ചി പറഞ്ഞ എങ്ങനെയാ എനിക്ക് മനസ്സിലായത്? സതീശൻ ചേച്ചിയുടെ വീട്ടിൽ 2 ആഴ്ച കഴിഞ്ഞിട്ടാ വരുന്നത്. എന്റെ വീട്ടിലേക്ക് വരുന്നു. അപ്പൊ ഇവിടെ ജീസിന്റെ വീട്ടിലേക്ക് വിളിക്കേണ്ട കാര്യം എന്നാന്നാ ഞാൻ ചോദിക്കണേ. ഞങ്ങൾ എന്നെയും ഇവിടെ വന്നവരെ അല്ല. അത് ശരി. അപ്പൊ പിന്നെ ഈ വീട്ടിലോട്ട് വന്നില്ലേ സതീശൻ? വന്നില്ല, വിട്ടില്ല. അവിടെ സാപ്പാട് കഴിഞ്ഞ് അവിടുന്ന് പോവുകയല്ലേ. അത് ശരി. അപ്പൊ ചേച്ചിയെ കാണാൻ വന്ന് ചേച്ചിയുടെ വീട്ടിൽ വരാതെ വേറെ വീട്ടിൽ പോയിരുന്നിട്ട് ചേച്ചിയെ അങ്ങോട്ട് വിളിച്ചു. ഞാൻ പറഞ്ഞില്ല, ഈ ഈസെന്ന് പറഞ്ഞവന് പാര വെക്കാൻ വില്ലനായി പറഞ്ഞേ. അത് ശരി. അതല്ല ഞാൻ ചോദിക്കുന്നത്, സതീശൻ പാല് കാച്ചിന് കയറി താമസത്തിന് വരാൻ പറ്റിയില്ല. അപ്പൊ സതീശൻ 2 ആഴ്ച കഴിഞ്ഞ് വരുമ്പോ നമ്മുടെ ഈ കയറി താമസിച്ച വീട്ടിലോട്ടല്ലേ വരേണ്ടത്? എന്റെ വീട്ടിലേക്ക് വന്ന ആളാന്നാ ഈ പറയണേ. അത് ശരി. ജീസിന്റെ വീട്ടിൽ വന്നപ്പോ ജീസ് വിട്ടില്ല. അത് ശരി. അല്ല, അത് സതീശനൊരു ബോധമില്ലേ? ജിസ് വിടുന്ന പോലെയാണ്. സതീശൻ കേരളം മൊത്തം നിൽക്കുന്ന നേതാവല്ലേ. ഞാനിവിടുത്തെ ഊപ്പയാണല്ലോ. അപ്പൊ കേട്ട് ഞാനിവിടുത്തെ പിച്ചക്കാരത്തിയാണല്ലോ. അപ്പൊ എവിടെ വന്ന 10-100 ആളെയും കൂട്ടിക്കൊണ്ട് ഞാൻ അയക്കടെ വീട്ടിലേക്കല്ല. അതിന്റെ ആവശ്യമുണ്ടോ? അതിന്റെ ആവശ്യമില്ല. നമ്മുടെ വീട്ടിലോട്ടല്ലേ വരേണ്ടത്. അല്ലേ? അപ്പൊ ഈ സതീശൻ ആരുടെ പ്രതിപക്ഷ നേതാവാന്ന് എന്നോടൊന്ന് പറഞ്ഞേ. അത് ശരി. അതാ ഞാൻ ചോദിക്കുന്നത്. ഈ സതീശൻ കേരളം മൊത്തം നടക്കുന്നുണ്ടല്ലോ. അത് മാത്രമല്ല, സതീശനെ സംബന്ധിച്ചിടത്തോളം പ്രതിപക്ഷ നേതാവാണ്. അദ്ദേഹം ഈ പറയുന്ന ചേട്ടത്തിയുടെ വീട് കാണാനാണ് വരുന്നത്. വീട് കാണാൻ വന്ന വീട്ടിലോട്ട് വരാതെ വേറെ വീട്ടിലിരുന്ന് വീട് നമുക്ക് എടുത്തു വെച്ചോണ്ട് തലേ വെച്ചോണ്ട് അങ്ങോട്ട് പോലാകുമ്പോ നോക്കൂ. അവരുടെ വീട്ടിലെ ചാപ്പാടും കഴിഞ്ഞ് വരുമ്പോഴും ചെയ്തു വന്നില്ല. അത് ശരി. അതെന്താ വരാത്തേന്ന് ചോദിച്ചില്ലേ? സതീശൻ വരാത്ത എന്താന്ന് ചോദിച്ചില്ലേ? എനിക്ക് തിരുവനന്തപുരത്ത് പോകാൻ പറ്റൂല. അടുത്ത അസംബ്ലിയിൽ എനിക്ക് എല്ലാ പരിപാടിയുണ്ടോ? അല്ല, അവിടെയൊക്കെ മീറ്റിങ്ങിനോ അല്ലെങ്കിൽ അവിടുത്തെ ഈ ജില്ലാ നേതാവൊക്കെ കാണത്തില്ലേ? ഈ ചേട്ടത്തി പറയുന്ന ഈ അവിടുത്തെ നേതാവല്ലാതെ വേറെ നേതാക്കളൊന്നും ഇല്ലേ? അവരോടൊന്നും പറഞ്ഞില്ലേ? ഇവിടെ എന്ന് പറഞ്ഞാൽ ഇവര് പറയുമ്പോഴാണ് ഇവര് അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ. അത് ശരി. അപ്പൊ ചേച്ചി അവിടെ ഒറ്റപ്പെടുത്തി. അപ്പൊ ഞാൻ പറയണതാണോ അവൻ പറയണതാണോ അവര് കണക്കിലെടുക്കണേ? ചേച്ചിയോട് എന്തിനാ അയാൾക്ക് ഇത്രയും വൈരാഗ്യം? എന്തിനാ വൈരാഗ്യം ഉണ്ട്? എന്റെ പെൻഷൻ ഉണ്ടായിരുന്നു ഉമ്മൻചാണ്ടിയുടെ കാലത്ത്. ആ പെൻഷൻ എനിക്ക് പോസ്റ്റ്മാൻ തരാതെ തിരിച്ചയച്ചു. അപ്പൊ ഞാൻ ഉപ്പ് മേടിച്ചോണ്ട് നടക്കുമ്പോ റോട്ടി പണി നടന്നുകൊണ്ടിരിക്കുമ്പോ ഞാൻ ഉപ്പിനി തന്നെ. അപ്പൊ ഈ ഈസിന്റെ കൂടെ നടക്കുന്ന ചോറ്റയെന്ന് പറഞ്ഞ അവളെ വിളിച്ച് ഈസിയേട്ടാ അതേ മറികുട്ടിയേറ്റ് ഉപ്പ് മേടിച്ച് കിടക്കുക. ഈസിയേട്ടാ ആൾക്കാരോട് വിളിച്ചാറോ ഉപ്പ് കൊടുക്കരുത്. ഞാൻ എങ്ങോട്ട് ഇറങ്ങിയാലും വിളിച്ചു പറയും ഇയാൾ അതുപോലെ തന്നെ കൈകാര്യം ചെയ്യുക. അപ്പൊ ഉമ്മൻചാണ്ടി ഭരിക്കുന്ന കാലത്തും ചേച്ചി ഈ പെൻഷൻ കിട്ടാത്തതിന് ഇതുപോലെ ഒപ്പ് ശേഖരണം ഒക്കെ നടത്തിയിട്ടുണ്ടല്ലേ? അല്ല, ഞാൻ അത് എനിക്ക് എന്നിട്ട് 5-ാം കൊല്ലം തിരിച്ച് ഒന്നിച്ചെനിക്ക്. ഓൾറെഡി ഒരു ഷോർട്ട് ബ്രേക്ക്. ഇത് ഈ 5-ാം കൊല്ലം ഒന്നിച്ച് കിട്ടിയെന്ന് പറയുന്നത് ഈ ഇടത് സർക്കാർ അധികാരത്തിൽ വന്ന് ഒന്നിച്ച് പെൻഷൻ കൊടുത്തതിന്റെ കാര്യമായിരിക്കും പറയുന്നുണ്ടാവുക. ഇനി ബാക്കി എനിക്ക് ഒന്നിച്ചായിട്ട് അല്ല കോൺഗ്രസിന് അതാണുള്ള ഒരു അടിയിപ്പാണുള്ള കാരണം. ഇവർക്ക് പണ്ട് ഈ രോഗം ഉണ്ടായിരുന്നല്ലോ. കണ്ടുപിടിക്കുന്ന രോഗം ഇത് തന്നെയാ. അവർക്ക് വലിയ ആളാവണം. ഇവരൊന്നുമില്ലാത്തവര് 6 മാസം കൊണ്ട് ഒരു കോടീശ്വരനാവുക. അതെങ്ങനെയാ? അതൊന്ന് പറഞ്ഞേ. ഇവരൊന്നുമില്ലാത്ത ചെറ്റാള് കയറിയാലും ഉണ്ടല്ലോ 6 മാസം കഴിയുമ്പോഴത്തേനും ഇവൻ കോടീശ്വരനാ. അപ്പൊ ഇവരും പാവങ്ങളാക്കാൻ കയറിയതാണോ? അതൊന്ന് പറഞ്ഞേ. അല്ല, ഞാനപ്പൊ ചോദിക്കട്ടെ, അപ്പൊ ചുരുക്കത്തിൽ CPM-കാരെക്കാളും ചേട്ടത്തിയെ ദ്രോഹിച്ച കോൺഗ്രസ്സുകാരാണല്ലോ. അല്ല, എന്റെ കാരണന്മാരും കോൺഗ്രസ്സുകാരാ. പക്ഷെ അതിനേക്കാളും വലിയ ദ്രോഹമല്ലേ ചേച്ചിയെ വ്യക്തിപരമായിട്ട് ചെയ്യുന്നത് കോൺഗ്രസ്സുകാര്? അതും തന്നെയല്ല, ഞാൻ പാർട്ടി ഓഫീസിൽ ചെന്നപ്പോ മുസ്ലിം ലീഗ് വരുമെന്നും പറഞ്ഞ ഇറക്കി വിട്ടെന്നേ. അത് ശരി. അപ്പൊ ഒത്തിരി അങ്ങനെ വെറും പറ്റിയായിട്ട് അവരുടെ കുറെ വാരാട്ടി കിടക്കേണ്ട കാര്യം എനിക്ക് തന്നെ പറ. അത് ശരിയാ. അല്ല, എന്നാലും ഈ വീട് ഇത് പിന്നെ ഇപ്പോഴാണ് അതിന്റെ കാര്യം. എന്റെ മക്കളെ എന്റെയും കഴിച്ചു കെട്ടിക്കുന്നോർത്തല്ല ഞങ്ങള് വീടിന് ഞങ്ങളെ ആവശ്യപ്പെടുകയല്ല, അവര് തരാമെന്ന് പറഞ്ഞു തന്നതാ. അത് ശരി. ചേച്ചി ആവശ്യപ്പെട്ടില്ല, അവര് തന്നതാ അല്ലേ? അല്ല, ഞാൻ പണ്ടേ ആവശ്യപ്പെട്ടു. നനഞ്ഞ ചീഞ്ഞ വീട്ടിൽ കിടന്നുകൊണ്ടിരുന്ന വർഷങ്ങളോളം ഇരുന്നല്ലേ. അതെ. ഈ ചാരുകാര് വന്നേ പുറത്ത് വിട്ടല്ല എനിക്ക് ഇത് കിട്ടണത്. അതെ. ഇപ്പൊ ഈ കോൺഗ്രസ്സുകാർ ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോ ചേച്ചി ഈ മാധ്യമങ്ങളോടൊന്നും ഇത് പറയാൻ നോക്കിയില്ലേ? ചേച്ചിയുടെ പുറകെ നടക്കായിരുന്നല്ലോ അവന്മാര്. അരിമാരിലുള്ളവരെ ഇവര് പറയുമ്പോഴേ കേൾക്കും. ശരി.
ഇവര് അജ്മാനിൽ കാത്തിരിക്കല്ലോ ഇവര് അജ്മാന്റെ കൂട്ട്. എനിക്ക് കോൺഗ്രസ്സുകാരെ എനിക്ക് പണ്ട് തുടങ്ങി അറിയാം. അപ്പം ഈ കോൺഗ്രസ്സുകാര് ഈ പിന്നെ വീട് വെച്ച് കൊടുത്തിട്ടും ഇങ്ങനെ പോയി എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാനന്ന് ചേട്ടത്തി വിളിച്ച് ചോദിക്കാം എന്താണ് ഈ വീട് കാര്യം. വെച്ച് കൊടുത്തെന്ന് പറഞ്ഞാൽ എന്റെ കഴുത്തിൽ കത്തി വെച്ചാൽ വീട്ടിൽ കിടക്കാൻ ആളുണ്ടാവൂല കേട്ടോ. ശരി ശരി. കത്തി വെച്ചാ വീട് കിട്ടിയിട്ട് എന്താ കാര്യം പറ. ശരി. അല്ല തെളിവിലല്ല കിടക്കണേ. അവരുടെ വീടുകളിൽ പോയി അത് കഞ്ഞാളം വെച്ച് കുടിക്കാൻ ഞാൻ നടക്കാറില്ല. ശരി ശരി. പിന്നെ എനിക്ക് മറ്റുള്ളവരാ ഒരു നേരത്തെ ആഹാരം തന്നെ അവരല്ല. ശരി ശരി ശരി. ഇവിടുത്തെ കോൺഗ്രസിന്റെ നേതാക്കന്മാർ എങ്ങനെയുള്ളതെന്ന് എനിക്കറിയാം. ഞാൻ പരസ്യമായിട്ട് പറയാൻ കഴിയാതാ. അല്ല അവരപ്പോഴും പറയുന്നത് ഇതായിരിക്കും, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്തിനാണ് ഞങ്ങളുടെ വീട് വാങ്ങിച്ചതെന്ന് ചോദിക്കും അവര്. അവരുടെ വീടെന്ന് വെച്ചാൽ ഞങ്ങളുടെയൊക്കെ ജനങ്ങളുടെ കാശ് എന്തിനാ അവരുടെ വേണ്ടിട്ട് അവരുടെ അന്ത വെച്ച് വളർത്തിയതാണ് ജനങ്ങളല്ല. അവരുടെ കാശല്ല, പൊതുജനങ്ങളുടെ കാശാ. ഇന്നും ബസ് സ്റ്റാൻഡിന്റെ കടകളെല്ലാം ജനങ്ങൾക്ക് എല്ലാവർക്കും അവകാശമുള്ള അവർ പൂത്തി വെച്ചോണ്ട് ജഗതിയായിട്ട് ചങ്ങാങ്ങ ഗവൺമെന്റ് അനിയന്റെ ഭാര്യമാരുടെ ഒക്കെ കൈ 2-3 മുറികളാണ്. അവർ ഇരട്ടി വാടക കാശ് പോലും കൊടുത്തോണ്ടിരിക്കുക. സത്യത്തിൽ ജനങ്ങളുടെ നീതിക്കാർക്ക് ആണ്ടുകൊല്ലം ലേലം ചെയ്യേണ്ട അതിനകത്ത് കോൺഗ്രസ്സുകാർ എന്തോ ഒത്തിരി കളി അവിടെ കളിക്കണ കള്ളക്കളി. ലേലം ചെയ്യണം, പൊതുജനം അറിയുന്നേ, പരസ്യം ചെയ്യണം, ലേലം ചെയ്യണം. കോൺഗ്രസ്സുകാരുടെ കാലാകാലം വെച്ചോണ്ടിരിക്കാൻ അവരുടെ കുത്തരിയാണോ അത്? അതേ പൊതുജനങ്ങടിയാണോ? അത് പറയാം, പൊതുജനങ്ങടിയല്ലേ. അപ്പൊ ഇവരെന്നെ കള്ളോ ഞാൻ ഒത്തിരി ഇവര് ചെയ്താണ് കള്ളത്തര എനിക്ക് പറയാനുണ്ട്. ഞാൻ അത് പറയാനട്ടാ. അല്ല അതൊക്കെ പറയണ്ടേ, എന്നാലേ ജനങ്ങൾക്ക് അറിയുള്ളൂ. ചേച്ചി കോൺഗ്രസ് അല്ല, അപ്പൊ അവര് പറയുന്നത് എന്തായിരിക്കും അറിയോ? വോട്ട് വരുമല്ലേ, ഞാൻ പോവുമല്ലേ പറയാൻ. ശരി ശരി. ഞാൻ വീട്ടിൽ ഇരുന്ന് പറഞ്ഞു കോൺഗ്രസ്സുകാരുടെ ജയിലിൽ പറഞ്ഞു അവര് പുറത്തു വിടൂല്ല. ശരി ശരി. അവര് പുറത്തു വിടുവോ? ഞങ്ങള് വീട് വെച്ച് കൊടുത്തു, എന്നിട്ട് ചേട്ടത്ത് BJP അങ്ങനെ എല്ലാം വെച്ച് കൊടുക്കണ്ട. അപ്പൊ ഞങ്ങളുടെ കാരണവന്മാരെ കാലത്ത് ഇവരെ ഒപ്പിച്ച് തിന്നോണ്ട് നടക്കണല്ലേ. ഇവർക്ക് അവിടെ നിന്നാ ഞാൻ വീട് പണി ഞാൻ കാശ് വെച്ച് ഇവരുടെ വീട്ടിലെ ഇതാണോ? അങ്ങനെയാണല്ലോ അവര് ജനങ്ങളുടെ ഇടയിൽ നിന്ന് ഇപ്പൊ ഇരിക്കും എന്നിട്ടല്ലേ വീട് വെച്ച് തരുന്നത്. കാര്യം പറയാനില്ല. അല്ല എന്നാലും ചേച്ചി കുടുംബസ്വത്തൊന്നും അല്ല. അല്ല എന്നാലും അവരല്ലേ ചേച്ചിക്ക് അവർക്ക് പൈസ തിരിച്ചെടുത്ത് ഞാൻ പറയിട്ട് കൊടുക്കാന്നും പറഞ്ഞാണോ ഞാൻ വീട് ചോദിച്ചത്? അതെ എന്റെ ജീവിതം കൊടുക്കാന്നും പറഞ്ഞാണോ? അല്ല ചേച്ചി ആ സമരം ചെയ്തു. ആ സമരത്തിൽ ഈ കോൺഗ്രസ്സുകാർ ഒരുപാട് നാട് നീളെ നടന്ന് സർക്കാരിനെതിരെ അവര് ലാഭം കൊയ്തു. ഇപ്പോഴും ഞാൻ പറഞ്ഞല്ലോ ഒരു കാര്യം, ഇവർക്ക് വേണ്ടി എന്റെ ജീവനം കൊടുക്കുക. എന്നാന്ന് വെച്ചാൽ ഞാൻ ആ വോട്ടിന്റെ സമയത്തൊക്കെ ഇവരുടെ കൂടെ പറഞ്ഞ വോട്ട് പിടിച്ചു. അവർ എംപിമാരെല്ലാം ജയിച്ചില്ലായിരുന്നോ? അതെ അതെ. കാലടുത്ത് ഞാൻ അവരുടെ കൂടെ പോയതല്ലേ. അതെന്നാ പറയാത്ത? എനിക്ക് വീടിന്റെ കാര്യം പറയണ്ടല്ലോ, എന്റെ ജീവനെ കൊടുത്ത കാര്യം ഇവര് പറയാത്ത എന്തിയെ? അങ്ങനെ പറയണം. അപ്പൊ ചേച്ചിയെ ശരിക്കും ഇവര് ഉപയോഗിച്ചു അല്ലേ? ഉപയോഗിച്ചില്ലേ? അല്ലെ എനിക്ക് വീട്ടിൽ വരുമെന്ന് തോന്നുന്നുണ്ടോ? അല്ല ചേച്ചി ആദ്യം സമരമായിട്ട് ചട്ടിയായിട്ട് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേനും മാധ്യമങ്ങൾ കണ്ടപ്പോഴത്തേനും കോൺഗ്രസ്സുകാർ ചേച്ചിയുടെ പുറകെ നടന്നു. കേരളം മുഴുവൻ ചേച്ചിയുടെ പേര് വെച്ച് അവര് എന്റെ കാര്യം അല്ല. ഇവര് ചത്ത് കിടന്ന തിരിഞ്ഞു നോക്കുന്നവരല്ല കോൺഗ്രസ്സുകാര്. ചത്ത് കിടന്ന അവർക്ക് എന്തെങ്കിലും ലാഭം കണ്ടിട്ട് അവര് വന്നത് എന്താ? വരുവോ? ശരി. അവർക്കും ഒരു ലാഭം കണ്ടിട്ട് അവരും വന്നേ. ശരി. അപ്പൊ ചുരുക്കത്തിൽ വീട് വെച്ച് തന്നത് ലാഭം കണ്ടെത്താനാണെന്നുള്ളത് ജനങ്ങൾക്ക് മനസ്സിലായി അല്ലേ? വീട് കണ്ടിട്ട് ലാഭം കണ്ടെത്താൻ ഞാൻ പറഞ്ഞത്. ചേട്ടത്തിയുടെ ഒരു സമരം നടക്കുമ്പോൾ സർക്കാരിനെതിരെയാണ് കിട്ടുന്നതെങ്കിൽ ഈ കോൺഗ്രസ്സുകാർ അത് ഉപയോഗിക്കില്ലേ? അത് ഏറ്റവും ചേച്ചിയെ ഉപയോഗിച്ചിട്ട് വീട് വെച്ച് തന്നതും ചേച്ചിക്ക് ഇതാ കോൺഗ്രസ് വീട് വെച്ച് തന്നതെന്ന് നാട്ടുകാരറിയും. എങ്കിൽ പിന്നെ സർക്കാരിനെതിരെ അതിനെ ആയുധമാക്കും, അവർക്കത് വളമാകും. ഇതൊക്കെ ചെയ്താണ് ചേച്ചിക്ക് വീട് വെച്ച് തന്നത്. ഇതാണ് ജനങ്ങൾ മനസ്സിലാക്കുക. എന്തായാലും ചേച്ചിയെ അവരുപയോഗിച്ചു, എന്നിട്ട് വീട് വെച്ച് തന്നു. അതും അവർക്കൊരു പ്രചരണ ആയുധമായി. അവരിങ്ങനെ സർക്കാരിനെതിരെ പ്രചരണ ആയുധം വിളിച്ചോടത്തൊക്കെ ഞാൻ നടന്നല്ലോ. അവര് വിളിച്ചോടത്ത് അവര് എറണാകുളം, ആലപ്പുഴ ഇവരെല്ലാം വിളിച്ചു. എവിടെയെല്ലാം ഞാൻ പോയെന്നറിയാവോ? അത് ശരിയാ. എന്നിട്ട് അവരതിന് നമുക്ക് വല്ലതും പൈസ തന്നോ അതോ നമ്മളെ ചുമ്മാ നടത്തിയതേ ഉള്ളോ? അവരൊന്നും എനിക്ക് പൈസയൊക്കെ തന്നിട്ടുണ്ട്. മാണിക്കാപ്പൻ അത് ഇവിടുത്തെ ജീസ് മെമ്പർ കോൺഗ്രസിന്റെ അവൻ അത് എന്തോ അവനെന്നെ പണ്ടും ഇഷ്ടമല്ല. അവനെ എനിക്കും ഇഷ്ടമല്ല. എനിക്ക് ഇഷ്ടമല്ലാഞ്ഞിട്ടല്ല, അവൻ ചെയ്യണ കൊള്ള ഞാൻ വിളിച്ചു പറയും. അതാ കാരണം. അതെന്താന്ന് മെമ്പറിനെ ജയിപ്പിക്കണ തോന്നിയാസം നടത്താനാണോ? പറ. അല്ല ഞാൻ എന്താ ഇതിന് വിളിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഒരുപാട് ആൾക്കാര് പിന്നെ ചേച്ചിയെ കുറ്റം പറയുന്നത്, അതായത് വീട് കിട്ടിയിട്ടും
ഇപ്പൊ അതെ BJPയുടെ കൂടെ പോയി, BJPയുടെ കൂടെ പോയിട്ട് വല്ലതൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ കോൺഗ്രസിന്റെ കയ്യിൽ നിന്ന് കിട്ടാവുന്നതെല്ലാം കിട്ടി, ഇനി BJPയുടെ കയ്യിൽ നിന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഓരോന്നോരോന്ന് കാണുന്നു. അപ്പൊ എന്താണ് വാസ്തവം? BJPയുടെ അനുകൂലം എന്ന് പറഞ്ഞാൽ അവർ ചോദിക്കാതെ എനിക്ക് തരുമായിരുന്നു. ഞാൻ എവിടെ ഇറങ്ങിയാലും BJPക്കാർ എന്റെ പുറകെ വരും. ആ സമയത്ത് കോൺഗ്രസ്സുകാരും മകം മറിച്ച് പോവുള്ളൂ. അല്ല, ഞാൻ ചോദിക്കുന്നത് അപ്പൊ ഇതാണ് ഞാൻ വിചാരിച്ചത്. അപ്പം സത്യാവസ്ഥ എന്താന്ന് പറഞ്ഞ് ജനങ്ങളെ അറിയിക്കണമല്ലോ. ഇപ്പൊ ചേച്ചി ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു, എന്തൊക്കെയായിരുന്നു ചേച്ചിക്ക് അനുഭവിച്ച വിഷയങ്ങൾ, അത് ജനങ്ങളെ അറിയിക്കണമല്ലോ. ഞങ്ങളുടെ ഒരു ആപത്തിന് തിരിഞ്ഞു നോക്കിയിട്ടില്ല. ശരി. പോലീസുകാർ കയറി ഇറങ്ങി നടന്നു. ഞാൻ ഒറ്റപ്പെട്ടിറങ്ങി. പോലീസുകാർ ഈ കോൺഗ്രസ്സുകാരെ ഞങ്ങളെ എല്ലാം ചോദിക്കൊന്നും വന്നിട്ടില്ല. ശരി. എന്തായാലും കോൺഗ്രസ്സുകാര് ഇപ്പൊ എന്താ പറയുന്നത്, അവര് പറഞ്ഞുകൊണ്ട് കിടക്കുന്നത് ഇങ്ങനെ. അപ്പൊ അതെന്താണ് എന്നുള്ളത് അവര് അങ്ങനെ അത് ഈ നേതാക്കന്മാര് കട്ടിൽ കലം പറക്കി നടക്കണ അവർക്കല്ലാതെ അവർക്ക് നേതാവാകാൻ പറ്റിയല്ലോ. അവരുടെ നിങ്ങളുടെ കാശ്മീരത്തിൽ ഗീതാർച്ചോണ്ട് നടക്കുന്നവരല്ലേ അവര്, അല്ലേ? ഏത് നേതാവാ? നേതാക്കന്മാര് ജനങ്ങളെ നന്നാക്കാൻ പറ്റിയ നേതാക്കന്മാരെ എല്ലാവരും അല്ല. ഇത് ചേച്ചി ഇത് ചേടത്തി ഇത് പറയുകയാണ്, ഇങ്ങനെയാണ് കോൺഗ്രസ്സുകാർ. ഇപ്പം BJPക്ക് വേണ്ടി എവിടെയെങ്കിലും പോയി സംസാരിക്കാൻ നേരത്ത് കോൺഗ്രസ്സുകാർ ഇങ്ങനത്തെ നേതാക്കന്മാരാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് ചേച്ചിയോട് ചോദിക്കത്തില്ലേ, നിങ്ങൾക്ക് നേരത്തെ അറിയാൻ വയ്യായിരുന്നോ, നിങ്ങൾക്ക് ഈ വീട് കോൺഗ്രസിന്റെ കൂടെ അടക്കുമ്പോഴാണ് BJPയിൽ പോയത്. തൃശ്ശൂരൊക്കെ പോയാറുണ്ടല്ലോ. ഇപ്പോഴും ഞാൻ പറഞ്ഞു, ഞാൻ കോൺഗ്രസ്സുകാരെന്ന് പറഞ്ഞാൽ BJPയിലും കോൺഗ്രസിലും പോകും. കോൺഗ്രസ്സുകാരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, BJPക്കാർ വിളിച്ചാൽ പോകാതിരിക്കാൻ പറ്റിയാലും എനിക്ക് എന്നെ അപ്പരാവ് സഹായിച്ചിട്ടുള്ളവരാ. എന്നാ ചെയ്തില്ല എന്ന് പറയാൻ പറ്റുമോ? എന്നെ BJP ഒന്നാം തന്നെ സഹായിച്ചാന്ന് മറ്റവരും പറയത്തില്ലേ, അവര് സഹായിച്ചെന്ന് പറയത്തില്ലേ? ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ ചേച്ചി, എങ്ങനെ പറഞ്ഞാലും ഞാൻ അംഗീകരിക്കുമല്ലോ. അല്ല ഞാൻ ചോദിക്കട്ടെ, ഇപ്പം ചേച്ചിയെ പിന്നെ കോൺഗ്രസ്സുകാർക്ക് ആവശ്യമുള്ളപ്പോ അവര് പാല് തേനേന്നൊക്കെ പറഞ്ഞ് കൊണ്ടു നടന്നു. അവിടെ പിന്നെ ഇലക്ഷനും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വീട് തന്നെ ഇപ്പൊ ചേച്ചി പറഞ്ഞ പോലെ വീട് തന്നെ ചെയ്തു തന്നെ അവർക്ക് ലാഭം, അവർക്ക് പ്രചരണത്തിനാണ് വീട് ചെയ്തു തന്നത്. എന്നിട്ട് അവര് പിന്നീട് ഒറ്റപ്പെടുത്തി. ഇതുപോലെ BJP ഒറ്റപ്പെടുത്തില്ലെന്ന് എങ്ങനെ അറിയാം? ജനങ്ങളോട് ചോദിച്ചാൽ ഞാൻ ഇറങ്ങിയത്, ഞാൻ സ്വന്തം അഭിപ്രായത്തിലാണ് ഇറങ്ങണേ. ജനങ്ങൾ ഞങ്ങളുടെ അവസരമൊന്നും ഇല്ലല്ലോ. ഈ പറയുന്ന ജനങ്ങൾ ഞങ്ങളുടെ അവസരമൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഇതും എന്റെ വ്യക്തി കാര്യങ്ങളാണ്. ഏത് പാർട്ടിയിൽ പോകാം. അതാ പറഞ്ഞത്. അപ്പൊ ചോദിക്കും, അപ്പൊ ഒരു സ്ഥാനം കിട്ടി, അവിടുന്ന് അത് കിട്ടി, അത് കഴിഞ്ഞ് ചേച്ചി അത് കിട്ടി ഞാൻ കളഞ്ഞു. എനിക്ക് അവർ ഒരു സ്ഥാനവും തന്നിട്ടില്ല കേട്ടോ. അല്ല, വീട് തന്നെന്ന് അവര് പറയത്തില്ലേ, അവരുടെ ആൾക്കാരുടെ പറഞ്ഞിട്ട് കാര്യമില്ല. അത് അവര് വീട് തന്നെങ്കിൽ അവർക്ക് എന്നാ നടത്താം. ഞാൻ അതുപോലെ പോയി അധ്വാനിച്ചിട്ടുണ്ടെന്ന്. അപ്പൊ അതാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പൊ വീട് തന്നത് ചേച്ചി അധ്വാനിച്ചതിനാണ് വീട് തന്നേക്കുന്നത്. അവര് ചേച്ചി ഉപയോഗിച്ചു അല്ലേ? ഞാൻ ഉപയോഗിച്ചു. ചേച്ചിയെ അവര് രാഷ്ട്രീയമായിട്ട് CPM-നെതിരെ ഉപയോഗിക്കാവേണ്ട രീതിയിലെല്ലാം അവർ ഉപയോഗിച്ചു. എന്നിട്ട് പിന്നെ ചേച്ചിയുടെ ഒരു സഹായത്തിന് പിന്നെ അവര് വന്നില്ല. അവരത് വഴി അങ്ങ് പോയി. ഞങ്ങൾക്ക് ഒത്തിരി ഉപദ്രവങ്ങളുണ്ടായി. അതെല്ലാം അവർ അറിയിച്ചിട്ട് ഒരെണ്ണം തിരിഞ്ഞു നോക്കി. ഞാൻ പറഞ്ഞില്ലേ, സതീശൻ വന്നിട്ട് ഈ വീട് കോൺഗ്രസിന്റെ ആരെങ്കിലും മറ്റൊരാളുടെ വീട്ടിൽ വന്നിട്ട് പോകേണ്ട കാര്യമുണ്ടോ? അതൊന്ന് പറഞ്ഞു. അല്ല, അതാണ് എനിക്ക് മനസ്സിലാകാത്ത. അയാൾ അതിനല്ലേ അവിടെ വന്നത്. അപ്പൊ പിന്നെ അദ്ദേഹം അവിടെ വന്നിട്ട് ചേച്ചിയെ കാണാണ്ട് ചേച്ചിയുടെ വീട്ടിൽ വരാതെ എങ്ങനെ പോയി? അല്ല, എന്നെ കഴിഞ്ഞ അറിവും ബുദ്ധിയും കഴിവും വിദ്യാഭ്യാസം ഉള്ള മനുഷ്യനല്ലേ. തൊട്ടയലൊക്കെ വന്നേച്ച് പോയിട്ട് ഈ വീട്ടിൽ കോൺഗ്രസിന്റെ ആണ് വരാൻ എന്തിയെന്നാ ഞാൻ ചോദിക്കണേ. അതിന്റെ മറുപടി സാധിക്കേ? അല്ല, അതെനിക്ക് മറുപടിയില്ല. അത് എനിക്ക് തന്നെ അത്ഭുതം വന്നു. സതീശന് അങ്ങനെയാണെങ്കിൽ പിന്നെ 4 ഫോട്ടോ എങ്കിലും എടുക്കാതെ ഈ മറ്റുള്ള വീട്ടിൽ പോയിരുന്നിട്ട് അപ്പൊ ഈ അവിടുത്തെ കോൺഗ്രസ്സുകാർ ചേച്ചിയോട് ഇത്ര എതിർപ്പ് വരേണ്ട കാര്യം എന്താ? അത് അവരോട് ചോദിച്ചിട്ടില്ല. എതിർപ്പെന്ന് പറഞ്ഞാൽ തോന്നുവാസിന് ഞാൻ ഒരു പാർട്ടിയിലും കൂടെ നിൽക്കാറില്ല. അവര് സമ്മേളനം മംഗള സമാജമൊക്കെ ഈ അടിമാറ്റിൽ നടന്നു ഈ ഇടയൊക്കെ. അന്നേരം പറഞ്ഞതെന്നറിയാം, ജിൽസ് എന്ന് പറഞ്ഞ മെമ്പർ അവളെ അങ്ങനെ വലിയ ആളാക്കണ്ടെന്ന് പറഞ്ഞു. അവരെ എന്നെ അവൻ വലിയ ആളാക്കണ്ട. ചേച്ചി എങ്ങനെ അറിഞ്ഞു? എനിക്ക് എന്ത് അറിഞ്ഞാലും എന്നെ രഹസ്യം കെട്ടാനൊക്കെ എനിക്ക് ആളുണ്ട്. എവിടെ എന്ത് കാട്ടിയാലും നമ്മള് ഭൂമിയുടെ അടിയിൽ പോയത് അതും കണ്ടുപിടിക്കാൻ ആൾക്കാരുണ്ട്. അല്ല, ഇതിനകത്ത് ഞാൻ വിളിച്ചത് ഇതാണ്, ഈ എന്താണ് കോൺഗ്രസുമായിട്ടുള്ള ചേച്ചിയുടെ വിഷയം, അതാണ് ഞാൻ അറിയാൻ. പറഞ്ഞില്ല, എനിക്ക് പല വിഷയങ്ങളും ഉണ്ടായിട്ടുണ്ട്. കോൺഗ്രസ്സുകാർ തിരിഞ്ഞു നോക്കിയിട്ടില്ല, ഒരാൾ വന്നിട്ടില്ല. അതിനെല്ലാം നമ്മള് പാർട്ടി പോണത്. വീട് അവര് വെച്ചു തന്നുള്ളത് ശരിയാണെങ്കിലും വീട് വെച്ചു തന്നതിന്റെ അതിനേക്കാൾ ഇരട്ടി ചേച്ചി അവർ ഉപയോഗിച്ചു ഇല്ലേ? എല്ലാവരുടെയും ഇരട്ടി ഉപദ്രവിച്ചു.
ഉപയോഗിച്ചു എന്നുവെച്ചാൽ ഈ രാഷ്ട്രീയമായിട്ട് അവിടെ കൊണ്ടുപോയി ചേച്ചി ഇതാ മറിയച്ചെടുത്തി വരുന്നു, ഇതാ മറിയച്ചെടുത്തി പെൻഷൻ ഇല്ല എന്നൊക്കെ പറഞ്ഞ് സർക്കാരിനെതിരെ പ്രചരണായുധം ചേച്ചിയാക്കി അല്ലേ? അങ്ങനെയാണല്ലേ, ഒരു തൂണുണ്ടെങ്കിൽ ഇതിന്റെ മുറം ചാരാൻ പറ്റുള്ളൂ. അതെ അതെ, ഒരാളെ ചാരി വേണമല്ലോ കൈകാര്യം ചെയ്യാൻ. എനിക്കേ ഞാൻ മഞ്ഞപ്പെരിയാറ് പോയാറ്. ഞങ്ങള് കോൺഗ്രസ്സുകാരും നേതാക്കന്മാരെല്ലാം ഇരുന്നോട്ട് ഞാനും ഇരുന്നത്. സതീഷ് വന്ന് ഇരുന്നേറ്റ് തിരിഞ്ഞു നോക്കി എന്റെ മുഖത്തേക്ക് നോക്കിയത് അതുപോലെ മുഖം തിരിച്ചു. പിന്നെ എന്റെ അടുത്ത് നോക്കിയിട്ടില്ല. അത് ശരി, മുഖം തിരിച്ചു. സതീശൻ എന്തിനാ ഇത്രയും ചേച്ചിയോട് ഇത്രയും വൈരാഗ്യം എന്തിനാ? ഇയാൾ ഇവിടെ വന്നപ്പോ ഞാൻ അങ്ങോട്ട് നാട്ടുകാരുടെ വീട്ടിൽ അയൽപ്പറ്റി വന്നിരുന്നിട്ട് ഞങ്ങൾ ചെന്നില്ല. വൈരാഗ്യം അതിന്റെ ആവശ്യമൊന്നുമില്ല. അതിന്റെ ആവശ്യമുണ്ടോ? ഇല്ല ഇല്ല, അതിന്റെ ആവശ്യം. എന്റെ അപ്പനാന്ന് പറഞ്ഞാൽ വേണ്ടാവശ്യത്തിന് കൂട്ടിവയ്ക്കേണ്ട കാര്യമില്ല. കോൺഗ്രസ് വന്നതാ വീടാണ്, കോൺഗ്രസ് വന്നതാ വീട്ടിൽ വന്ന, മറ്റുള്ള വീട്ടിൽ വന്ന കുറവേണ്ട കാര്യമൊന്നുമില്ല. അതെ അതെ, എനിക്ക് കിട്ടേണ്ടത് സുധാകരക്കാരൊക്കെ എടുക്കുമെന്ന് പറഞ്ഞേ ആ ചേച്ചി മെനങ്ങാട്ടായി പോയെന്ന്. അപ്പൊ കോൺഗ്രസ് ചേച്ചി ആവശ്യത്തിന് ഉപയോഗിച്ച് ചേച്ചിയെ തള്ളിക്കളഞ്ഞു. ഒരു വീടും തന്നത് അവർക്ക് പ്രചരണായുധം, എന്നിട്ട് തള്ളിക്കളഞ്ഞു. അതായിക്കോട്ടെ, എന്നെ മന്ത്രിയാക്കണ്ട, അവര് എന്നെ പ്രധാനമന്ത്രി ആക്കണ്ട, മന്ത്രിയാക്കണ്ട. ഒരു സ്ഥാനവും കോൺഗ്രസ് തരുമോ വേണ്ട. എന്നാലും അവിടെ ഒരു സ്ഥാനവും വേണ്ട, അവരുടെ അധികാരവും വേണ്ടാഞ്ഞിട്ടാണല്ലോ പാർട്ടി വിട്ടത്. അവര് ഒരു കുന്തവും വേണ്ടായിരിക്കും. ശരി ചേച്ചി, അപ്പൊ ഞാനേ ഇതിനകത്ത് പിന്നെ ഈ ചേച്ചി പറഞ്ഞ വാസ്തവങ്ങള് ഈ ഇത് ഫോൺ കോൾ ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ, ജനങ്ങളെ അറിയിക്കണ്ടേ ചേച്ചി പറഞ്ഞ സത്യം എന്താണ്? മറ്റേ മാധ്യമങ്ങളൊക്കെ വന്ന് ഞാൻ ഒരു ആക്കണ്ടത് ഞങ്ങൾക്ക് വാർത്തയിൽ വന്നിട്ടുണ്ട്. ഇവിടെ കോൺഗ്രസ്സുകാർ പണിതാന്ന് അല്ലെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഇവിടെ അഴിമതിക്കാരും 200 ആൾക്കാർക്ക് വന്നില്ലാന്ന് പറഞ്ഞോളൂ. എന്തോ 200 ആൾക്കാർക്കും അടിമാലിക്കാർക്കും ഇതിന് 10 പൈസ പങ്കില്ല. എംപിമാർക്കും സുധാകരക്കാരൊക്കെ പറഞ്ഞതെന്ന് ഞാൻ പറഞ്ഞു. അത് ഇനി അങ്ങനെ തന്നെയാ പറയുള്ളൂ. ഞാൻ ഈ നമ്മൾ തമ്മിൽ സംസാരിച്ചതിൽ ചില ഈ കോൺഗ്രസിന് ചേച്ചി പറഞ്ഞ എന്താണ് അതിന്റെ സത്യം എന്നുള്ളത് ഞാൻ ഉപയോഗിക്കും കേട്ടോ. ചേച്ചിയോട് പറഞ്ഞില്ലെന്ന്. അല്ല, എനിക്ക് ഞാൻ പറഞ്ഞ തെറ്റുണ്ടെങ്കിൽ തെറ്റല്ല, ചേച്ചി സത്യമല്ലേ പറഞ്ഞിട്ടുള്ളൂ. ചേച്ചി പറയേണ്ട കാര്യം പറഞ്ഞു. ചേച്ചി ഇത് ഞാനല്ലെങ്കിൽ വേറൊരാൾ മൈക്കും ക്യാമറ ആയിട്ട് വന്നാലും ഇത് തന്നെ പറയുള്ളൂ. വേറെ മാറ്റി പറയാനുണ്ടോ? വേറെ മാറ്റി പറയണമെങ്കിൽ എന്താ മാറ്റി പറയാ? എന്റെ അനുഭവങ്ങളാ, എനിക്ക് ഞാൻ അനുഭവിച്ച കാര്യമല്ല, എനിക്കൊന്നും പറയാനില്ല. അപ്പൊ അത് തന്നെ ഉള്ളൂ. അപ്പൊ ഞാൻ ബേസിക് ആയിട്ട് ഇപ്പൊ നോക്കുന്ന എന്താ വെച്ചാല്, എന്തുകൊണ്ട് ചേച്ചി BJP പോയി, എന്തുകൊണ്ടാണ് കോൺഗ്രസ്സുകാർ വീട് ചെയ്തു തന്നു എന്ന് പറഞ്ഞു, എന്നിട്ട് അതിനകത്ത് ചേച്ചിക്ക് എന്താ പറയാനുള്ളത്? ഈ 2 കാര്യങ്ങളാണ് ജനങ്ങളെ അറിയിക്കേണ്ടത്. ചേച്ചിയുടെ എനിക്ക് വീട് പണിത് തന്നെയൊക്കെ ഞാൻ ചോദിക്കുന്നത്, കുറച്ച് ചോറ് തന്നു, ഞാൻ മെസ്സിന് ചെന്നപ്പോ വയറ് നടത്തു തന്നു, അതിലേക്ക് കുറെ മണ്ണെണ്ണ വെച്ചു, അതുകൊണ്ട് എന്ത് ഗുണം കിട്ടി പറ. സാധാരണ ജനം എന്ന നിലയിൽ ഞാൻ മനസ്സിലാക്കുന്നത് CPM-നെതിരെ ചേച്ചി പിന്നെ CPM-നെതിരെ പോലും അല്ല, ചേച്ചിക്ക് പെൻഷൻ കിട്ടിയില്ല, ചേച്ചി സമരത്തിന് ഇറങ്ങി. ആ സമരം എല്ലാവരുടെയും കാര്യത്തിനാണ്. അതെ 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 അതെ. അപ്പം അതിനകത്ത് കോൺഗ്രസ്സുകാർ വന്ന് കയറി ആ സമരം ഏറ്റെടുത്ത് സർക്കാരിനെതിരെ ചേച്ചിയെ വെച്ച് ആയുധമാക്കുന്നതിന്റെ ഭാഗമായി ചേച്ചിക്ക് വീട് വെച്ച് തന്നു. ആ വീട് വെച്ച് തന്നത് അവര് പിന്നെ ഈ MP-മാരെല്ലാം കൂടെ ചേർന്നാണ് വീട് വെച്ച് തന്നത്. ആ വീട് വെച്ച് തന്നു. അതിനുശേഷം ഈ കോൺഗ്രസ്സുകാർ ഉപദ്രവിക്കാൻ തുടങ്ങി, വ്യക്തിപരമായി വിഷമിപ്പിച്ചു. ഞാൻ പറയുന്നത് അവര് വീട് തന്നു, സാധാവർത്തി പട്ടികകൾ എന്നെ ഉപദ്രവിക്കാൻ നടക്കണം, അങ്ങനെ തന്നെ പറയുള്ളൂ. അല്ല, എന്നിട്ട് ചേച്ചി വ്യക്തിപരമായിട്ട് തന്നെ അവിടുന്ന് പലരും പറഞ്ഞില്ലേ അങ്ങനെ അവരെ വലിയ നേതാവാക്കണ്ട എന്ന് പറഞ്ഞില്ലേ? എന്നാ വലിയ നേതാവാക്കാൻ പോലും അത്രയും വലിയ അധികാരത്തിൽ കയറ്റണ്ടായിരുന്നു, അത്രയും പൊക്കത്തിൽ കയറ്റണ്ടെന്ന് എന്നെ. അല്ല, BJP ചേർന്നതിന് ശേഷം ആരെങ്കിലും എന്തെങ്കിലും വിളിക്കുകയോ പറയുകയോ എല്ലാം ചെയ്തോ കോൺഗ്രസ്സുകാര്? എന്നെ വിളിക്കേണ്ട ആവശ്യമില്ലല്ലോ, അവര് വലിയ ആളാക്കാറില്ലെന്ന് അവര് പറഞ്ഞു കഴിഞ്ഞില്ല. ഇങ്ങനെ അവരെന്തിനാ എന്നെ വിളിക്കണേ? വിളിച്ചല്ല, അല്ല അത്രയില്ലാഞ്ഞു. പ്രധാനമന്ത്രി നെഹ്റു ഉണ്ടല്ലോ, അപ്പൊ ഒന്നും ചെയ്തിട്ടില്ല. അവർ രാജ്യത്തിന് കയറി കളിച്ചെന്ന് പറഞ്ഞ അപ്പൊ അവർക്ക് ഒന്നുമില്ല, അന്നൊന്നുമില്ല. കണ്ട ചെറ്റ വീട്ടിൽ കടയും കണ്ട മാടത്തിക്കടേ കിടക്കണേ, അറിയാവോ? പട്ടി കിടക്കും പോലെ. അല്ല ചേട്ടത്തി, അപ്പോഴും നമ്മൾ ഈ ചോദ്യങ്ങൾ ചോദിക്കില്ലേ, അവര് ചോദിക്കില്ലേ അങ്ങനെയൊക്കെ കിടന്നിട്ട് ഞങ്ങളല്ലേ നിങ്ങൾക്ക് വീട് ചെയ്തെന്ന്, എന്നിട്ട് നിങ്ങൾ BJP പോയല്ലോ എന്ന് അവര് ചോദിക്കും. അങ്ങനെയാണ് ഞങ്ങളുടെ വോട്ടുകൾ, ഞങ്ങളുടെ കാരണന്മാരുടെ വോട്ടുകൾക്കാണല്ലോ ഇന്ന് വലിയ നേതാവായിട്ട് ഇന്ന് വീശി നടക്കണത്. നല്ല 50 വർഷത്തെ കാറേ കയറി മിനിങ്ങി നടക്കണത് ഞങ്ങളുടെ കാരണന്മാരെ. കണ്ട പൂമാല കൊടുത്തും എന്റെ ബോണ്ടം എടുത്തു കൊടുത്തു. എന്തായാലും ഞാൻ വിളിച്ചത് ഇത് അറിയാൻ വേണ്ടിയാ ചേച്ചി. ഇതിപ്പം
അവര് വീട് വെച്ച് തന്നു എന്ന് പറഞ്ഞിട്ട്. ആ വീട് എന്ന് പറഞ്ഞിട്ട് ആര് അത് അന്ന് ഇരിക്കാൻ പോകുന്നില്ല. അന്ന് അവിടെ എന്തൊരു പാവങ്ങളുടെ വീടുണ്ട്, എന്നാ അവർക്ക് പണിത് കൊടുക്കട്ടെ. അല്ല അതെന്താ, അതാണ് ഞാൻ ചോദിക്കുന്നത്. അവര് ചേച്ചിയുടെ അടുത്ത വീട്ടിലൊക്കെ ഈ വീടൊന്നും ഇല്ലാത്തവരുണ്ടായിരിക്കുമല്ലോ, എന്തുകൊണ്ട് അവർക്ക് പണിത് കൊടുക്കാത്ത? ഇഷ്ടം പോലെ ഉണ്ട്, വാടകക്കാർ ഇഷ്ടം പോലെ ഉണ്ട്, ഒരിടത്തും സ്ഥലം ഇല്ലാത്തവരുണ്ട്. അപ്പൊ ചേച്ചി ഇവരോട് പറഞ്ഞില്ലേ അവർക്കൊക്കെ എന്തെങ്കിലും സഹായം ചെയ്ത് കൊടുക്കണമെന്ന് പറഞ്ഞില്ലേ ചേച്ചി കോൺഗ്രസ്സുകാരോട്? എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, അവർ തിരിഞ്ഞു നോക്കിയല്ലോ. എന്നെ തന്നെ ഉപയോഗിച്ച എന്നാന്ന് എനിക്ക് അറിയാൻ പാടില്ല. ചേച്ചി ഉപയോഗിച്ചത് അവർക്ക് രാഷ്ട്രീയമായിട്ട് മാധ്യമങ്ങൾ ചേച്ചി എടുത്ത് പിന്നെ സർക്കാരിനെതിരെ ഉപയോഗിക്കാനുള്ള വടിയാക്കി. ആ വടി അവരെടുത്ത് നല്ലോണം ഉപയോഗിക്കും. അതിന് മുമ്പും ചേച്ചി ഇത് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ, എന്താ കോൺഗ്രസ്സുകാർ ഉപയോഗിക്കാത്ത, വീട് വെച്ച് തരാത്തത്. അവർക്ക് ഉപയോഗിക്കാൻ ചേച്ചിയെ കിട്ടി, ചേച്ചി ഉപയോഗിച്ചു, വീട് വെച്ച് തന്നു, അതും അവർ രാഷ്ട്രീയ പ്രചരണമാക്കി. അവരുടെ ചെവിയിലെല്ലാം പറഞ്ഞ പൊതുജനങ്ങളുടെ മുമ്പിലാ കൊടുക്കണേ. അല്ല ഈ പൊതുജനങ്ങൾ ഇതെല്ലാം കാണുകയല്ലേ, ചേച്ചി വീട് വാങ്ങിച്ചു അത് കഴിഞ്ഞ് പാർട്ടി മാറിയെന്നാണ് അവര് പറയുക. അപ്പൊ അതിന്റെ മറുപടിയാണ് ഇപ്പൊ ചേച്ചി പറഞ്ഞത്, എന്താണ് എങ്ങനെയാണ് എന്തുകൊണ്ടാണ് മാറിയത് എന്നുള്ളത്. അതാണ് അതിന്റെ കാര്യം. ഞാൻ പറഞ്ഞത് ശരിയാണോ? എന്റെ ആവശ്യമില്ലാത്ത പാർട്ടി എനിക്ക് എന്തിനാ പറ, എനിക്ക് എന്തിനാന്നേ. ശരി ചേച്ചി, എല്ലാ കാര്യങ്ങൾക്കും മനസ്സിലായല്ലോ. കോൺഗ്രസ്സുകാരെ വീടൊക്കെ അവിടെ ഉണ്ട്, ചേച്ചിക്ക് നിങ്ങൾ പണി കൊടുത്തു, ചേച്ചി നിങ്ങൾക്ക് ഇട്ട് പണി തന്നു, നിങ്ങളായി, നിങ്ങളുടെ പാടായി.